ഏഷ്യയിലെ ഏറ്റവും വലിയ മലയാളി സമാജം എന്ന് ഖ്യാതി നേടിയ ഡൊംബിവിലി കേരളീയ സമാജത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി. ചലച്ചിത്ര നടൻ അശോകൻ മുഖ്യാതിഥിയായിരുന്നു. MLA മാരായ രവീന്ദ്ര ചവാൻ, രാജേഷ് മോരെ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. മുംബൈ ഉപനഗരമായ ഡൊംബിവിലിയിലെ പ്രമുഖ മലയാളി സംഘടനയായ കേരളീയ സമാജത്തിന്റെ 75ാം വാർഷികാഘോഷങ്ങൾക്ക് പരിസമാപ്തിയായി. പരിപാടിയിൽ ചലച്ചിത്ര നടൻ അശോകൻ മുഖ്യാതിഥിയായിരുന്നു. ജനറൽ സെക്രട്ടറി രാജശേഖരൻ നായർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സമാജം പ്രസിഡന്റ് EP വാസു അധ്യക്ഷനായിരുന്നു. മഹാനഗരത്തിൻ്റെ ഒരു പ്രാന്തപ്രദേശമായിരുന്ന ഡൊംബിവിലിയുടെ ഇന്നത്തെ വളർച്ചയിൽ ഇവിടുത്തെ മലയാളി സമൂഹവും അവരുടെ സംഘടനയായ കേരളീയ സമാജവും ഗണ്യമായ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് കേവലമായ ഒരു അവകാശവാദമല്ല. ഭാഷ ന്യൂനപക്ഷ സ്വഭാവമുള്ള ഏതൊരു സംഘടനയും വിഭാഗീയ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതല്ല. ജാതി, മത, കക്ഷി, രാഷ്ട്രീയ ഭേദങ്ങൾക്ക് അതീതമായി മലയാളി ഉപദേശീയതയെ നിലനിർത്തുവാനും പോഷിപ്പിക്കാനുള്ള ഒരു സ്വാഭാവിക ആഗ്രഹത്തുള്ള പ്രതിബദ്ധതയാണ് ഡൊംബിവിലി കേരളീയ സമാജത്തിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം. ഡൊംബിവിലിയുടെ വളർച്ചയിൽ കേരളീയ സമാജത്തിനൊപ്പം മറ്റു മലയാളി ഇതര സമൂഹങ്ങളും നൽകിയ ക്രിയാത്മകമായ പങ്ക് നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ, ദുരിതബാധിതർക്കുള്ള സഹായ പ്രവർത്തനങ്ങൾ തുടങ്ങി സമാജത്തിന്റെ സംഭാവനകൾ ചെയർമാൻ വർഗീസ് ഡാനിയൽ വിശദീകരിച്ചു. സമാജത്തിന് അന്തരമുള്ള നമ്മുടെ സ്ഥാപനത്തിൽ നേഴ്സറി തൊട്ട് PhD വരെയുണ്ട്. സ്കൂള് പാണ്ഡ്രങ്കാടി വെസ്റ്റിലെ 2 സ്കൂള്, മൊത്തം കൂടെ ഏകദേശം 5000-ഓളം സ്റ്റുഡൻസും 200-ഓളം സ്റ്റാഫും, കോളേജിൽ 7000-ഓളം സ്റ്റുഡൻസും 310-ഓളം സ്റ്റാഫും വർക്ക് ചെയ്യുന്നുണ്ട്. കേരളീയ സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അശോകൻ പറഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കേരളീയ സമാജത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 75 വർഷം ഇത് സമാജം കൊണ്ടുകിടക്കുന്ന ഒരു മഹാകാര്യം തന്നെയാണ്. എൻ്റെ ഒരു അഭിമാനം തന്നെയാണ് ഇത്രയും വലിയൊരു സംഘടനയെ നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക. എന്നെ എൻ്റെ അതിഥിയായിട്ട് വിളിച്ചതൊക്കെ വളരെ 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 സന്തോഷമാണ്. സമാജം ഭാരവാഹികളായ ബിനോയ് തോമസ്, സുരേഷ് ബാബു എന്നിവരും സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ അൻവർ സാദത്തും സംഘവും അവതരിപ്പിച്ച സംഗീത നിശയും ഹാസ്യപരിപാടികളും അരങ്ങേറി. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, കരയാനറിയാത്ത ചിരിക്കാനറിയാത്ത കളിമൺ പ്രതിമകളെ, മറക്കൂ നിങ്ങളീ ദേവദാസിയെ, മറക്കൂ മറക്കൂ ബ്രഹ്മാവും പടൈപ്പിനിലെ എത്രയോ പെൺകൾ ഉണ്ട്.